ഹായ് നമസ്കാരം. ആടിൻ്റെ ഓട്ടത്തിനെ കുറിച്ചാണ്, ആ കുതിച്ച് പായുന്ന പടയോട്ടത്തിനെ കുറിച്ചാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. അങ്കമാലി ഡയറി ഇന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നാളെ മറ്റൊരു റെക്കോർഡിനെ കുറിച്ച് പറയാൻ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല. അങ്ങനെയാണ് ആടിൻ്റെ ഓട്ടം. ആടിന് സമ്മിശ്രമായിട്ടുള്ള പ്രതികരണങ്ങളാണ് പലയിടത്തും നിന്ന് കേൾക്കുന്നത്. പക്ഷേ തിയേറ്ററിൽ ആളുകൾ വരുന്നുണ്ടെന്നുള്ളതാണ് വാസ്തവം. കാരണം നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത തലത്തിലേക്കാണ് ആ സിനിമയുടെ വിജയം കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത്. അല്ലെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പടമായിരിക്കണം എന്നില്ല വൻ വിജയം നേടുക. പലതരത്തിലുള്ള കമൻറ്റുകൾ ഉണ്ടായിരിക്കാം. എന്തായാലും ചിത്രത്തിന് സാമ്പത്തികപരമായിട്ട് നല്ലൊരു മെച്ചമുണ്ടെന്നുള്ള കാര്യം വാസ്തവമാണ്. കാരണം നമ്മളിപ്പോൾ കാണുന്നുണ്ട് പല തിയേറ്ററുകളിലും അതിൻ്റെ ഹൗസ്ഫുൾ ഷോകളിലെ ബോർഡുകൾ കാണുന്നുണ്ട്. ഞാൻ തൃശ്ശൂരൊക്കെ പോയപ്പോൾ തൃശ്ശൂർ രാഗത്തിലൊക്കെ പല ഷോകൾ ഹൗസ്ഫുള്ളാണ്. പല ഷോ എന്നല്ല, ഇതുവരെ എല്ലാം ഒരുവിധം ഹൗസ്ഫുള്ളായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ തന്നെ ഒരുപാട് തിയേറ്ററുകൾ ഈ സിനിമ കളിക്കുന്നുണ്ടെന്ന് കൂടി ഓർക്കണേ. അപ്പോൾ ഏതായാലും ലേറ്റ് നൈറ്റ് ഷോകളും പലതും ഫിക്സ് ചെയ്യപ്പെടുന്നുണ്ട്. ഇന്ന് തന്നെ ഏകദേശം 150-150ഓളം എക്സ്ട്രാ ഷോകളുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. ആദ്യ ദിവസങ്ങളിൽ 350ഓളം എക്സ്ട്രാ ഷോകളൊക്കെ ആഡ് ചെയ്യപ്പെട്ടിരുന്നു. അതൊക്കെ തന്നെ വലിയൊരു വിജയത്തിലേക്കുള്ള യാത്രയാണ് ആ സിനിമയുടെ സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ റിപ്പോർട്ടുകൾ പ്രകാരം ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകദേശം 90 കോടിക്കടുത്തുള്ളൊരു തുക സിനിമ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. വ്യാഴം, വെള്ളി, ശനി, ഞായർ 4 ദിനങ്ങൾ കൊണ്ട് തന്നെ 90 കോടിക്കടുത്തുള്ളൊരു കളക്ഷൻ ആ സിനിമ നേടിയെന്ന് പറയുമ്പോൾ 5-ാം ദിവസം അത് 100 കോടി ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ കളക്ഷൻ വൈകിട്ട് എല്ലാ ഷോകളും കഴിഞ്ഞ് നാളെ നമുക്ക് നോക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ചിത്രം 100 കോടി ക്ലബ്ബിൽ കടന്നിരിക്കും. കാരണം ലൂസിഫറും അതുപോലുള്ള മറ്റ് സിനിമകളൊക്കെ 5 ദിവസം കൊണ്ടൊക്കെ 100 കോടി ക്ലബ്ബിൽ കയറിയതുപോലെ തന്നെ ഇതും അങ്ങനെ കയറാനുള്ള സാധ്യതകൾ കാണുന്നത്. എന്തായാലും എമ്പുരാൻ്റെ റെക്കോർഡ് അവിടെ നിൽക്കുന്നുണ്ട്, അതവിടെ അങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ ഏതായാലും ഈ സിനിമയുടെ മുന്നോട്ടുള്ള പ്രയാണം അത് വൻ പ്രയാണം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇത് എവിടെ നിന്ന് അവസാനിക്കും നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇനി കിടക്കുന്നത് നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു വേനൽക്കാല അവധിക്കാലം, സ്കൂൾ അവധിക്കാലമൊക്കെ കിടക്കുകയാണ്. വിഷു വരുന്നു, ഈസ്റ്റർ വരുന്നു, തിരഞ്ഞെടുപ്പിൻ്റെതായിട്ടുള്ള ലഹരി വേറെ, അതിൻ്റെ മുടക്കുകൾ വേറെ. അങ്ങനെ നോക്കുമ്പോൾ ഇത് നല്ലൊരു ചാകര കാലം തന്നെയാണ്. ദൃശ്യം സിനിമയാകട്ടെ മെയ് 21 മാറ്റി വെച്ചിരിക്കുന്നു. നമുക്കറിയാം, അത് മുന്നേ തന്നെ നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്തിരുന്ന കാര്യങ്ങളാണ്. മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതിനോടനുബന്ധിച്ചിട്ടുള്ള ഷോകൾ മാറ്റിവെക്കലുകളൊക്കെ സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ തിയേറ്ററുകൾ ആളുകൾ വരാതിരിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ചിത്രം നീട്ടി വെച്ചിരിക്കുന്നത്. ഇനി പാട്രിയോട്ട് മാറ്റുമെന്ന് അറിഞ്ഞുകൂടാ. പാട്രിയോട്ട് 23-ാം തീയതിയാണ്. എന്തായാലും അതങ്ങനെ തന്നെ പോവും. മെയ് 21-നാണ് ലാലേട്ടൻ്റെ സിനിമ വരാനിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ പിന്നീട് ഇടുന്നതായിരിക്കും. എന്തായാലും ആട് എന്ന സിനിമ അതുവരെ സേഫാണെന്നുള്ള കാര്യമാണ് ഓർക്കുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. കാരണം എതിരാളികളില്ലാതെ ആടിൻ്റെ പ്രയാണം തുടരുകയാണ്. വൻ വിജയത്തിലേക്കാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നത് 200 കോടിക്കടുത്തുള്ളൊരു തുക ഈ സിനിമ സ്വന്തമാക്കിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഒരു കാര്യം ഉറപ്പിക്കാം, ഏകദേശം 250 കോടിയൊക്കെ ഒരു പക്ഷേ ചിത്രത്തിൻ്റെ OTTയും എല്ലാം കൂടി നോക്കുമ്പോൾ അവസാനത്തെ കളക്ഷൻ വന്നു ചേരാനുള്ള സാധ്യതകളും ഞാൻ മനക്കണക്കിൽ കൂട്ടി നോക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം. ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും